ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് BCA അതായത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് ഇരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് BCAനെ കുറിച്ച് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും +2 കഴിഞ്ഞിട്ട് ഏത് സ്ട്രീം പോകണം. BCA ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വെക്കുന്നൊരു കോഴ്സാണ്. സോ അത് ചൂസ് ചെയ്യണോ, അതിന് വല്ല സ്കോപ്പും ഉണ്ടോ, അപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യണോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് BCAനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ട്സും ഈ വീഡിയോയിൽ ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ കുറേ അധികമായിട്ട് കേൾക്കുന്ന ഒരു കോഴ്സാണ് BCA. അപ്പോൾ ഈ BCA എന്ന് പറഞ്ഞ കോഴ്സ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുമോ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എലിജിബിൾ ആണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. അപ്പോൾ BCA എന്ന് പറയുന്നത് IT-യിലും കമ്പ്യൂട്ടർ സയൻസിലും ആയിട്ട് വരുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. 3 ഇയർ കോഴ്സ് ആയിരിക്കും. നോർമൽ ഡിഗ്രി പോലെ തന്നെ ഒരു 3 ഇയർ കോഴ്സ് ആയിരിക്കും ഇത് വരുന്നത്. നമുക്ക് 6 സെമസ്റ്ററാണ് ഇതിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നമ്മൾ എലിജിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എലിജിബിലിറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കോളേജസിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ജനറലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു +2 പാസ് ആയിരിക്കണം. നിങ്ങൾ വിത്ത് റെലവൻ്റ് ഒരു 45% മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് BCA അഡ്മിഷൻസും കിട്ടുന്നതാണ്. ആൻഡ് നമുക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഏത് സ്ട്രീം ചൂസ് ചെയ്യണം, ലൈക്ക് സയൻസ് സ്റ്റുഡൻസിന് മാത്രമാണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ച സ്റ്റുഡൻസിന് മാത്രമാണോ BCA എടുക്കാൻ പറ്റുക എന്നാൽ അങ്ങനെയില്ല. ചില കോളേജസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവർ എന്തായാലും പറയും കമ്പ്യൂട്ടർ സയൻസ് +1 +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസിന് മാത്രമേ ഇവിടെ BCA എടുക്കാൻ പറ്റൂന്ന്. എന്നാൽ വേറെ കുറേ യൂണിവേഴ്സിറ്റീസ്, പ്രീമിയം കോളേജസ് ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം അങ്ങനെ ഒരു നിർബന്ധമല്ല. ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അവർക്ക് BCA എടുക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. എന്നാൽ ചില കോളേജസിലൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് എൻട്രൻസ് എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് പറഞ്ഞത്, കോളേജസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ചിലർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് മാത്രമേ പറ്റുള്ളൂ. ചില കോളേജസിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അവർക്ക് BCA ചൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ വേറെ കുറേ കോളേജസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ എറണാകുളത്തുള്ള ചിന്മയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ BCAക്ക് അപ്ലൈ ചെയ്യാം. ഇനി ബ്രിഡ്ജ് കോഴ്സ് ഒന്നും നമ്മൾ നോക്കാണ്ട് തന്നെ വേറെ സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് BCAക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസും വേറെ കുറേ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും BCA എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾക്ക് BCA എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 3 വർഷത്തെ BCA കോഴ്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ മെയിനായിട്ട് അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള C++, ജാവ, പൈത്തൺ ഇക്കാര്യങ്ങൾ, പിന്നെ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, വെബ് ഡെവലപ്മെൻറ്റ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് ആ ഒരു സിലബസിൽ വരുന്നത്. അപ്പോൾ BCA എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ കണ്ടു, ഇപ്പോൾ ഒരു സിലബസ് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ്, വെബ് ഡെവലപ്മെൻറ്റ് പോലുള്ള ഒരുപാട് പ്രാക്ടിക്കൽ കാര്യങ്ങൾ, കാര്യങ്ങളൊക്കെ വരുന്ന പ്രാക്ടിക്കൽ നോളജ്, തിയറി നോളജിനെക്കാട്ടിലും പ്രാക്ടിക്കൽ നോളജ് കൂടുതൽ വേണ്ട ഒരു ഫീൽഡാണ്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു BCA പോലൊരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോളേജ് അത്രയും ആ ഒരു ഫെസിലിറ്റീസ്, പ്രാക്ടിക്കൽ നോളജ്, വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലബോറട്ടറീസ് അവർക്കുണ്ടോ, അവർക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇക്കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു BCA കോഴ്സ് ആ ഒരു കോളേജിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ. അതേപോലെ തന്നെ BCA കോഴ്സിന് ശേഷം ഇപ്പോൾ നമുക്കറിയാം പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്, കമ്പ്യൂട്ടർ നോളജൊക്കെ ഇഷ്ടം പോലെ വേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ. ആൻഡ് ഫ്യൂച്ചറിൽ തന്നെ കുറേ അധികം ജോലി സാധ്യതകൾ കൂടുതലുള്ളൊരു ഫീൽഡാണ് BCA പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് BCA പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ജോബ് റോൾസ് ആണ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. ലൈക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വെബ് ഡെവലപ്പർ, ഡാറ്റ അനലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റ്, IT സപ്പോർട്ട് ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയർ, ഇത്തരത്തിലുള്ള ഒരുപാട് ജോബ് റോൾസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പം തന്നെ ജോലി സാധ്യതകൾ കൂടുതലുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI, DevOps പോലുള്ള ഒരുപാട് കോഴ്സസിലാണ് BCAക്ക് സ്പെഷ്യലൈസേഷൻസ് ഉള്ളത്. അതും കുറേ അധികം ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് വേക്കൻസീസ് വരാനാണ് ഫ്യൂച്ചറിൽ പോകുന്നത്. ആൻഡ് ടോപ്പ് MNCs ആയിട്ടുള്ള IT കമ്പനീസിലുള്ള ടോപ്പ് കമ്പനീസ് ആയിട്ടുള്ള ഗൂഗിൾ, ഇൻഫോസിസ്, വിപ്രോ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനീസാണ് BCA ഗ്രാജുവേറ്റ്സിനെ ഹയർ ചെയ്യാൻ പോകുന്നത്.
ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടോപ്പ് കമ്പനീസിൽ നമുക്ക് ജോലി കിട്ടുമെന്ന്. അതേപോലെ തന്നെ സാലറി വളരെ ഹൈ ആയിരിക്കും. ഇപ്പം നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 3 to 5 lakh പെർ ആനത്തിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ സാലറി വരുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു 2 to 5 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 to 10 lakh വരെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു ചാൻസും ഉണ്ട്. ഇനി ഇതൊന്നും അല്ല, ഇനി ഫോറിനിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു സാലറി പാക്കേജൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാലറി പാക്കേജ് തന്നെ അവിടെ നിന്ന് ലഭിക്കും. ആൻഡ് ഇനി നിങ്ങൾക്ക് BCA കഴിഞ്ഞിട്ട് കൂടുതൽ പഠിക്കണം, ഇപ്പോൾ ജോലി വേണ്ട എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. BCA കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ MCA എടുക്കാം, അതായത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് IT ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് MBA എടുക്കാം. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ MSc വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു BCA കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ പ്രോഗ്രാമിങ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണ് BCA. അപ്പോൾ BCA ചെയ്യുമ്പോൾ തന്നെ പല കോളേജസും കുറേ അധികം സ്പെഷ്യലൈസേഷൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണം നമ്മൾ നോക്കാനായിട്ട്. സോ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്പെഷ്യലൈസേഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതത്ര കാര്യം ഉണ്ടാവില്ല. സോ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ, നമുക്ക് ഏത് ഫീൽഡ് പോകാനാണ് ഇൻട്രസ്റ്റ് എന്ന് നോക്കിയതിന് ശേഷം ആ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു BCA എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ BCAയിൽ തന്നെ കുറേ സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻസ് ആണ് BCA in Artificial Intelligence and Machine Learning, BCA in Cyber Security and Ethical Hacking, BCA in Data Science and ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, BCA ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡെവോപ്സ്. അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷനാണ് BCAയിൽ തന്നെ മാത്രമായിട്ടുള്ളത്. സോ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പല കോളേജസിലും കൊടുക്കുന്ന സ്പെഷ്യലൈസേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ കോളേജ് ചൂസ് ചെയ്യുക, ആ കോളേജിൽ ഏതൊക്കെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് നോക്കുക, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്പെഷ്യലൈസേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കുക, എന്നിട്ട് മാത്രം BCA എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു കോഴ്സാണ് BCA. നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിങ്, അങ്ങനത്തെ AI കാര്യങ്ങൾ, സൈബർ സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും BCA ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറേ അധികം മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ഇപ്പോൾ ഹയറിംഗ് നടത്തുന്നത് BCA ഗ്രാജുവേറ്റ്സിനായി വേണ്ടിയിട്ട്. സോ ഇനി നിങ്ങൾക്ക് ഒരു കമ്പനീൻ്റെ അണ്ടറിൽ പണിയെടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അത്രയും നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രാക്ടിക്കൽ നോളജ് തരുന്നൊരു കോളേജാണോ എന്ന് ശ്രദ്ധിക്കുക. കാരണം BCA എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ പറഞ്ഞു കൂടുതൽ പ്രാക്ടിക്കൽ നോളജ് ആവശ്യമാണെന്ന്. സോ ചൂസ് ചെയ്യുമ്പോൾ അത് നോക്കുക. അതേപോലെ തന്നെ ലബോറട്ടറീസ്, പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, പ്ലേസ്മെൻറ്റ് ഉണ്ടോ, ഇന്റേൺഷിപ്സ് തരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം BCA പോലൊരു കോഴ്സ് നമ്മളൊരു കോളേജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട്. സോ ഇനി നിങ്ങൾക്ക് BCA റിലേറ്റഡ് ആയിട്ട് കോളേജസ് ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള അഡ്മിഷൻ അസിസ്റ്റൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും.